Hello, Assalamu alaikum. Welcome to Bakes and Curries. അപ്പോൾ പെരുന്നാളൊക്കെ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ കഴിക്കുന്ന നമ്മുടെ നാടൻ ചിക്കൻ ബിരിയാണിയിൽ നിന്ന് അല്പം ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഈ പെരുന്നാളിന് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഈ ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് ചെറുതായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ തൈര്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്തത്. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് 1/2 മണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ നമുക്കിത് വയ്ക്കാം. അപ്പോൾ ഈ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു 600 ഗ്രാം എല്ലില്ലാത്ത ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചിക്കൻ ഞാൻ ഇതുപോലെ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബോണുള്ള ചിക്കൻ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബസ്മതി റൈസ് നന്നായിട്ട് കഴുകിയിട്ട് ഒരു 1/2 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 കപ്പ് ബസ്മതി റൈസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഏകദേശം ഒരു 800 ഗ്രാമൊക്കെ വരും. പിന്നെ അടുത്തതായിട്ട് ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയും 6 കാഷ്യൂനട്ടും കൂടി ഇട്ടിട്ട് കുറച്ച് ചൂടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തിട്ട് ഒരു കുറച്ച് സമയം വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ബിരിയാണി മസാല ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 4 മീഡിയം സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കുന്ന സമയത്ത് പറയാം കേട്ടോ. ആദ്യം നമുക്ക് ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ചൂടായ പാനിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് ആഡ് ചെയ്യാം. സ്പൈസസിൻ്റെ അളവൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് പറയണില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന ജാതിപത്രിയുടെയും ജാതിക്കയുടെ കുരുവിൻ്റെയൊക്കെ ആ ഒരു അളവ് കൂടി പോകാതെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇത് രണ്ടും വളരെ ചെറിയൊരു അളവിൽ മാത്രമേ ഉള്ളൂ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണിക്കൊരു ഭയങ്കര മസാല കുത്തായിരിക്കും. ഇനി ഈ സ്പൈസസൊക്കെ ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിലേക്കുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ഉള്ളിയെല്ലാം നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 3 എരിവുള്ള പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നമുക്കിത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം സോക്ക് ചെയ്ത് വെച്ച തേങ്ങയും പിന്നെ കാഷ്യൂനട്ടും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങയുടെ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്നും കൂടി വഴറ്റിയെടുക്കാം. ഇനി ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളും കൂടെ ചേർക്കാം. അപ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം ചേർക്കാം. കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വരണം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ചേർക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തക്കാളിയൊക്കെ സോഫ്റ്റായിട്ട് വരുന്നത് വരെ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. പിന്നെ വഴറ്റിയെടുക്കുന്ന സമയത്ത് എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്കിതൊന്നൊരു ബ്ലെൻഡറിലോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ ഇരുന്നൊന്ന് ചൂടാറി വരുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം.
ഈ ചിക്കൻ നമ്മൾ ഒരുപാട് ഫ്രൈ ചെയ്തൊന്നും എടുക്കുന്നില്ല. നല്ല തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സൈഡ് റെഡി ആയപ്പോൾ തിരിച്ചിട്ട് മറ്റേ സൈഡും കൂടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് ഇട്ടത് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ റെഡിയായി വരുന്ന സമയത്ത് ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല നല്ലതായിട്ടൊന്ന് ബ്ലെൻഡറിലിട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ സെയിം പാനിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അത് ഇതിലേക്ക് ചേർക്കാം. അതിനോടൊപ്പം തന്നെ അരച്ചെടുത്ത മസാലയുടെ പേസ്റ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ശരിക്കും ഈ മസാലയും ഈ ചിക്കനും ഒക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഓയിൽ ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് മാറ്റിയിട്ട് ബാക്കിയുള്ള ഓയിൽ ചേർത്താലും മതി. മിക്സി കഴുകിയെടുത്തിട്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു. നമ്മളിതിലേക്ക് ഗ്രേവി അരച്ചെടുക്കുന്ന സമയത്ത് 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടായിരുന്നു അരച്ചെടുത്തത് കേട്ടോ. വെള്ളം മുഴുവനും ഒരുമിച്ച് ചേർക്കരുത്. നമ്മൾ അരച്ചെടുക്കുന്ന അനുസരിച്ച് കുറേശ്ശെ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് 4 വലിയ തണ്ട് കറിവേപ്പിലയാണ്. സാധാരണ നമ്മൾ ബിരിയാണിയിലേക്ക് കൂടുതലും ചേർക്കുന്നത് മല്ലിയിലയും പുതിനയിലേക്കാണ് അല്ലേ. പക്ഷേ ഇതിലേക്ക് നമ്മൾ കൂടുതലും ചേർക്കുന്നത് കറിവേപ്പിലയാണ്. അപ്പോൾ ഈ മസാലയ്ക്കുള്ള മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണിത്. പിന്നെ മല്ലിയിലയും പുതിനയിലയും ഓരോരോ ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം. ഇനി ഒരു അരക്കപ്പ് ചൂടുവെള്ളം കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് ഈ ചിക്കനൊക്കെ ഈ ഗ്രേവിയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഇനി നമുക്ക് ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തും കൂടെ കൊടുക്കണേ. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ട് ഗ്രേവിയൊക്കെ തിക്കായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് അരക്കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലെ ചിക്കനൊക്കെ ഓൾറെഡി വെന്തതാണ്. അതുകൊണ്ട് തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഇനി മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. തേങ്ങാപ്പാൽ എടുക്കാൻ മടിയുള്ളവർക്ക് പൊടിയാണെങ്കിലും ചേർത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് നല്ലൊരു പാകത്തിനായിട്ടുണ്ട്. ലാസ്റ്റ് അല്പം മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ബിരിയാണി നമുക്ക് ദം ചെയ്തെടുക്കാം. ദം ചെയ്തെടുക്കുന്ന പാത്രത്തിലേക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം വേവിച്ചെടുത്ത ചോറ് ഒരു ചെറിയ ലെയർ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മേലേക്ക് വീണ്ടും ചോറിട്ട് കൊടുക്കാം. പിന്നെ ഗ്രേവി റെഡിയാക്കുന്ന ടൈമിൽ തന്നെ ചോറും വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയിട്ട് അത് ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ. ഓരോ ലെയർ ചോറിൻ്റെ മുകളിലും കുറേശ്ശെ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ദം ചെയ്തെടുക്കുന്ന പോലെ ഈ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി. ചോറും മസാലയൊക്കെ ചൂടാറി പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ ദം ചെയ്തെടുക്കണം. മോൻ ഇതിൻ്റെ ഗ്രേവി സെപ്പറേറ്റ് ആയിട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ചെടുത്ത് മാറ്റിയിട്ട് ബാക്കിയാണ് ദം ചെയ്യാൻ വേണ്ടിയിട്ട് ചേർത്തത് കേട്ടോ. ചപ്പാത്തിയുടെയും നാൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. ഇപ്പോൾ ചോറും മസാലയൊക്കെ ഫുള്ള് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും പിന്നെ കളറിന് വേണ്ടിയിട്ട് അല്പം മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 5 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ പാത്രം ഒന്ന് ചൂടാക്കി എടുക്കണം. ഇനി ചൂടായി കിടക്കുന്ന ഈ ഇരുമ്പ് തവയിലേക്ക് പാത്രം വെച്ച് ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കണം. ഇപ്പോൾ 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റും കൂടെ കഴിയുമ്പോൾ നമുക്ക് ബിരിയാണി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഈ ചോറും മസാലയൊക്കെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ചൂടോടുകൂടി റൈത്തയുടെയൊക്കെ കൂടെ സെർവ് ചെയ്യാം.
അപ്പോൾ ഈ പെരുന്നാളിന് എല്ലാവരും മറക്കാതെ ഈ ഒരു ബിരിയാണിയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കണേ. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അഡ്വാൻസ് ഈദ് മുബാറക്ക് അറിയിക്കുന്നു. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്